നല്ല ഡയറ്റ് ചെയ്താലും എക്സർസൈസ് ചെയ്താലും ചിലർക്ക് അറ്റാക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഡോക്ടർമാർ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രത്യേക കെമിക്കലിനെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നത്? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ, അടുക്കളയിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലൂടെ, പാക്ക് ചെയ്ത് വാങ്ങിക്കുന്ന ഭക്ഷണത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിന് കേട് സംഭവിക്കുന്നുണ്ടോ? മനുഷ്യൻ സൃഷ്ടിച്ച കെമിക്കലുകളിൽ ഹൃദയത്തിനെ അപകടപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഈ കെമിക്കൽ ഏതാണ്? നമ്മൾ ആരും കാണാതെ അദൃശ്യമായി നമ്മുടെ ശരീരത്തിലേക്ക് വർഷങ്ങളായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കെമിക്കൽ. അത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോവില്ല. ഈ കെമിക്കൽ എന്താണ്? പ്രത്യേകിച്ച് ശരീരത്തിൽ ഇത് കയറി കഴിഞ്ഞാൽ അത് കൊളസ്ട്രോളിനെയും ഹോർമോണുകളെയും ബാധിക്കുന്നു, രക്തധമനികൾക്കകത്ത് നീർക്കെട്ടുണ്ടാക്കുന്നു, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാക്കുന്നു. ആളുകൾ പുറമേക്ക് നല്ല ആരോഗ്യം ഉള്ളവരാണെങ്കിൽ പോലും ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന ഒരുവിധം എല്ലാവരുടെയും ശരീരത്തിൽ നിങ്ങൾ ഉൾപ്പെടെ ഈ കെമിക്കൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. അധികം ആളുകൾക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഈ കെമിക്കലിന്റെ പേരാണ് PFAS അഥവാ പോളി ഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസസ്. ശാസ്ത്രജ്ഞർ ഇതിനെ മറ്റൊരു പേരിലാണ് വിളിക്കുക, ഫോർ കെമിക്കൽസ് എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്ത കെമിക്കലുകൾ. ഇത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ നമ്മുടെ ശരീരത്തിനകത്ത് അത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രോട്ടീനുമായി ഇത് ഒട്ടിപ്പിടിക്കണം. എന്നിട്ട് അത് രക്തത്തിലൂടെ ഒഴുകി നടക്കും, ലിവറിലും കിഡ്നിയിലും ഒക്കെ അടിഞ്ഞുകൂടും. എന്നാൽ ശരീരത്തിനുള്ളിൽ മറ്റൊന്നു കൂടി സംഭവിക്കും. ആരോഗ്യമുള്ള രക്തധമനികൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡ് പോലെയാണ്. എന്നാൽ ഈ റോഡിൽ എല്ലാ ദിവസവും ഒട്ടിപ്പിടിക്കുന്ന പശ ധാരാളമായിട്ട് ഒഴിക്കാന്ന് വിചാരിക്കുക. കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ആ റോഡ് ഉപയോഗശൂന്യമായി മാറും. ഇതുപോലെയാണ് PFA കെമിക്കൽ രക്തധമനിയിലൂടെ സ്ഥിരമായിട്ട് ഒഴുകി നടക്കുമ്പോൾ അതിനകത്ത് ക്രോണിക് ഇൻഫ്ലമേഷൻ അഥവാ വിട്ടുമാറാത്ത നീർക്കെട്ട് സംഭവിക്കുകയാണ്. ഇത് രക്തധമനികളുടെ ആരോഗ്യം കെടുത്തുന്നുണ്ട്, ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. പതുക്കെ രക്തധമനികൾ സ്റ്റിഫായിട്ട് മാറുകയാണ്, കൊളസ്ട്രോൾ കൂടുന്നു, BP കൂടുന്നു. എന്നാൽ ഈ കെമിക്കലിന്റെ കേടുകൾ രക്തധമനികളുടെ അപ്പുറത്തേക്ക് കടക്കുകയാണ്. ഒരുപാട് പഠനങ്ങളിലൂടെ കണ്ടെത്തി PFAS കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അമിതമായ രീതിയിൽ BP കൂടുന്നു. അതുവഴി ഹൃദയത്തിന്റെ മാംസപേശികൾ കടുത്ത സ്ട്രെയിനിലേക്ക് പോകുന്നു. എന്നാൽ ഹൃദയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ PFAS മറ്റൊരു അപകടം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഹൃദയത്തിനകത്തെ മിടിപ്പിനെ താളം തെറ്റിക്കാനും അരിത്മിയ എന്ന് പറയുന്ന അസുഖങ്ങൾ ഉണ്ടാക്കാനും അതുവഴി കുഴഞ്ഞു വീണുള്ള മരണം വരെ സംഭവിക്കാനും PFASന് ഒരു പ്രത്യേക കഴിവാണ്. ഡോക്ടർമാർ ഈ അടുത്ത കാലത്ത് മറ്റൊരു അപകടം കൂടി PFASൻ്റെതായിട്ട് കണ്ടെത്തി. ആ ഒരു അപകടം ശരീരത്തിനെ മൊത്തമായിട്ടും ഹൃദയത്തിന്റെ ജോലിയെ പ്രത്യേകിച്ചും ബാധിക്കുന്ന ഒന്നായിരുന്നു. ശരീരത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ PFAS അപകടകരമായ രീതിയിൽ താളം തെറ്റിക്കുന്നു. ഇതുവഴി ഹൃദയമിടിപ്പിന്റെ കൺട്രോൾ, BPയുടെ കൺട്രോൾ, കൊളസ്ട്രോളിന്റെ അളവ് ഇതെല്ലാം താളം തെറ്റാൻ തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരിൽ പോലും കൊളസ്ട്രോൾ കൂടാൻ തുടങ്ങുകയാണ്. അതിന് കാരണം ഭക്ഷണത്തിലൂടെയല്ല അവരുടെ കൊളസ്ട്രോൾ കൂടിയത്, ഈ കെമിക്കൽ കാരണമായിരുന്നു. പഠനങ്ങൾ കാണിച്ചത് ഈ PFAS പതിറ്റാണ്ടുകളായിട്ട് ആളുകളുടെ ശരീരത്തിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. കുടിക്കുന്ന വെള്ളത്തിലൂടെ, നമ്മൾ പുറമേ നിന്ന് പാക്കറ്റ് ഭക്ഷണം വാങ്ങിക്കുന്ന പാക്കറ്റിലൂടെ, പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൂടെ ചെറുപ്പം മുതലേ ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ കയറുകയാണ്. ഈ കെമിക്കലിനെതിരെ ആളുകൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒന്നാമതായിട്ട് ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഈ PFAS ഓരോ ദിവസവും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെ തടയാം? കുടിക്കുന്ന വെള്ളത്തിൽ ഫിൽറ്ററിംഗ് ഉപയോഗിക്കാം. ഇതുവഴി ഈ കെമിക്കൽ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട്. ഇതിനകത്തുള്ള ടെഫ്ലോൺ കോട്ടിങ്ങിലൂടെ അത് ചൂടാക്കുന്നത് വഴിയും അത് സ്ക്രാച്ച് ചെയ്യുന്ന വഴിയും ഈ കെമിക്കൽ ഭക്ഷണത്തിൽ എത്തുന്നുണ്ട്. ഇതുപോലുള്ള പാത്രങ്ങൾക്ക് പകരം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങൾ, സെറാമിക്കിന്റെ പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇതുവഴി ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ കയറുന്നത് നല്ലൊരു അളവിൽ നമുക്ക് കുറക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഒരു പ്രത്യേക ഡയറ്റ് മാറ്റത്തിലൂടെ ഒരു പരിധിവരെ PFASനെ നമുക്ക് പുറന്തള്ളാൻ സാധിച്ചേക്കും. പഠനങ്ങൾ കാണിക്കുന്നത് നല്ല കൂടിയ അളവിൽ ഫൈബർ കഴിക്കുകയാണെങ്കിൽ ശരീരം പിത്തം വഴി PFASനെ പുറന്തള്ളിയേക്കാം. അതുകൊണ്ട് ഓട്സ്, ഫ്ലാക്സ് സീഡ്സ്, പയറുവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ് ഇതെല്ലാം കൂടുതലായിട്ട് കഴിക്കാം. നാലാമതായിട്ട് PFAS കാരണം രക്തധമനികളിൽ സംഭവിക്കുന്ന നീർക്കെട്ട് തടയാനായിട്ട് എയറോബിക് വ്യായാമങ്ങൾ പതിവാക്കാം. PFAS എന്ന ഫോർ കെമിക്കലുകളെ കുറിച്ച് അധികമാരും അറിയാത്തൊരു കാര്യമുണ്ട്. PFAS ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക വാണി ചില ആളുകൾക്കെങ്കിലും കിട്ടാറുണ്ട്. പകൽ സമയത്തോ എക്സർസൈസ് ചെയ്യുന്ന സമയത്തൊന്നും അതുണ്ടാവില്ല. അത് രാത്രിയാണ് സംഭവിക്കുക. നിശബ്ദമായി ആളുകൾ ഉറങ്ങുന്ന സമയത്ത് അത് ആളുകൾ തിരിച്ചറിയില്ല. ഇതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.